കർത്താവ് പ്രാർത്ഥിപ്പാൻ തനിയേ മലയിലേക്ക് കയറിപ്പോയി. അപ്പോൾ എൻ്റെ അടുത്ത ചോദ്യം, ശിഷ്യന്മാരെയും പുരുഷാരത്തെയും പറഞ്ഞു വിട്ടത് ആ ഡിസ്ട്രാക്ഷൻ ഒഴിവാക്കാനാണ്. സത്യം, കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ എന്തിനീ മലയിൽ കയറിപ്പോയേ? താഴെ ഒന്ന് പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കില്ലേ? അതും മറ്റൊന്നിനുമല്ല പ്രിയരെ. ശരിക്കും അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ട് അവിടെ. മറ്റ് ഡിസ്റ്റർബൻസ് ഒന്നുമില്ല. ചുറ്റും നോക്കുമ്പം മറ്റൊന്നുമില്ല. ആ മൗണ്ടനിൽ ഇരുന്ന് പ്രാർത്ഥിക്കാൻ ഒരു ഏകാഗ്രത കിട്ടും. അതിനുവേണ്ടി മാത്രമാണ്. അപ്പോൾ ഇപ്പോഴും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് തടസ്സമായി നിൽക്കുന്ന സാഹചര്യങ്ങളെ നമ്മൾ ഒഴിവാക്കണം. എന്നിട്ട് വൈകുന്നേരം ഏകനായിട്ട് ഒറ്റയ്ക്കിരുന്ന് അപ്പായോട് മകൻ വർത്താനം പറഞ്ഞു, പിതാവിനോട് പുത്രൻ സംസാരിച്ചു. ഞാൻ അടുത്തൊരു ചോദ്യം, പക്ഷേ ഞാൻ എങ്ങനെ പ്രാർത്ഥിക്കേണ്ടി? അതിന് ലാംഗ്വേജ് ഇല്ലെന്നാണ് എൻ്റെ അർത്ഥം, എൻ്റെ ഒരു ചിന്ത. അതിന് പ്രാർത്ഥനയ്ക്ക് ലാംഗ്വേജ് ഇല്ല, പ്രാസമൊന്നും വേണ്ട. ചിലർ പറയത്തില്ലേ, പുള്ളിക്ക് പ്രാർത്ഥിക്കാൻ ഭയങ്കര കഴിവുള്ള ആളാണ്. അതിന് കഴിവല്ല, യഥാർത്ഥമായി പ്രാർത്ഥനയ്ക്ക് കഴിവില്ല. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, നിങ്ങളുടെ അപ്പനോടോ നിങ്ങളുടെ അമ്മയോടോ സംസാരിക്കാൻ നിങ്ങൾ 2 വർഷത്തെ കോഴ്സിന് പോയോ? എൻ്റെ ഡാഡിയോട്, എൻ്റെ പപ്പായോട്, എൻ്റെ അമ്മയോട്, എൻ്റെ അച്ഛനോട് സംസാരിക്കാൻ ഞാൻ 6 മാസത്തെ ഒരു കോഴ്സിന് പോകുന്നുണ്ട്. പോയോ? ഇല്ല. അപ്പനോട് സംസാരിക്കാൻ എന്തിനാ കോഴ്സ്? അമ്മയോട് സംസാരിക്കാൻ എന്തിനാ ട്യൂഷൻ? അപ്പാ അമ്മ എന്ന് വിളിക്കുന്നതിൽ എന്ത് ലാംഗ്വേജ്? അതിൽ ലാംഗ്വേജ് ഒന്നുമില്ല. സ്നേഹമുള്ള അപ്പനോട് അമ്മയോട് സംസാരിക്കുന്നതിന് എന്ത് ലാംഗ്വേജ്? നമ്മൾ ഈ അപ്പന്മാരും അമ്മമാരും കുഞ്ഞുങ്ങളെ താലോലിക്കുമ്പം അവരുടെ സ്നേഹം കൂടി കുഞ്ഞുങ്ങളെ ഇങ്ങനെ കയ്യിലെടുത്ത് വെച്ചൊക്കെ ലാളിക്കുമ്പം ചക്കരമുത്തേ എന്നൊക്കെ വിളിക്കുമ്പോൾ അതിനകത്ത് എന്തോ ലാംഗ്വേജ്? ഒരു ലാംഗ്വേജും ഇല്ല. സത്യം പറഞ്ഞാൽ ഈ ചില ആൾക്കാരൊക്കെ വലിയ പ്രാസമൊക്കെ ഒപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് ചിരി വരാറുണ്ട്. പ്രാർത്ഥിക്കാനായിട്ട് വലിയ സ്റ്റൈലൊക്കെ ഇറക്കുമ്പം വലിയ വാക്ചാതുര്യമൊക്കെ ഉപയോഗിച്ചങ്ങ് പിടിച്ചുകൊണ്ട് വരുമ്പോൾ ചില സമയത്തൊക്കെ ഞാൻ ചിന്തിക്കാറുണ്ട്, ഇവർ ആരെ കേൾപ്പിക്കാനായി പ്രാർത്ഥിക്കുന്നതെന്ന്. ഞാൻ പ്രാർത്ഥിക്കുന്നത് മനുഷ്യനെ കേൾപ്പിക്കാനല്ല, ഞാൻ പ്രാർത്ഥിക്കുന്നത് എൻ്റെ അപ്പ കേൾക്കാനാണ്. ഞാൻ സംസാരിക്കുന്നത് എൻ്റെ അപ്പായോടാണ്. പക്ഷെ എന്നാൽ ആ പ്രാർത്ഥന പരിജ്ഞാനത്തോടെ ആയിരിക്കണം. പൗലോസ് പറയുന്നുണ്ടല്ലോ, ഞാൻ ബുദ്ധി കൊണ്ടും പ്രാർത്ഥിക്കും, ഞാൻ ആത്മാവ് കൊണ്ടും പ്രാർത്ഥിക്കും. ഞാൻ ബുദ്ധി കൊണ്ടും പാടും, ആത്മാവ് കൊണ്ടും പാടും. ഒരു മരണ വീട്ടിൽ ചെല്ലുമ്പം അവിടെ പ്രാർത്ഥിക്കേണ്ട ഒരു വിസ്ഡമുണ്ട്. മരണ വീട്ടിൽ ചെന്നിട്ട് പ്രാർത്ഥിക്കാൻ ഒരു വിസ്ഡമുണ്ട്. ആ വിസ്ഡത്തിൽ വേണം പ്രാർത്ഥിക്കാൻ. ഒരു വിവാഹ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ പരിജ്ഞാനത്തിൽ നിന്ന് വേണം പ്രാർത്ഥിക്കാൻ. ഒരു ഹൗസ് വാമിങ്ങിന് പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു രോഗിയെ കണ്ട് പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ ആ സാഹചര്യം മനസ്സിലാക്കി, ആ ക്രൗഡിനെ മനസ്സിലാക്കി, ആ സിറ്റുവേഷൻ അനുസരിച്ച് വേണം പിതാവിനോട് പ്രാർത്ഥിക്കാൻ. അല്ലാതെ മരണ വീട്ടിൽ ചെന്ന് മൈക്കെടുത്തിട്ട് വായു എന്നതൊക്കെ വിളിച്ച് പറഞ്ഞാൽ അത് പരിഹാസത്തിന് കാരണമായി തീരും. അവിടെ പരിജ്ഞാനത്തോടെ വേണം പ്രാർത്ഥിക്കാൻ. പക്ഷേ നമ്മുടെ പേഴ്സണൽ പ്രയറിൽ ശ്രദ്ധിച്ചേ, നമ്മൾ ഈ ഒറ്റയ്ക്ക് റൂമിൽ ഇരുന്ന് പ്രാർത്ഥിക്കത്തില്ലേ, തനിച്ചിരുന്ന് പ്രാർത്ഥിക്കത്തില്ലേ, അതിന് ലാംഗ്വേജ് ഒന്നുമില്ല. അവിടെ പരിജ്ഞാനോ വിസ്ഡോ ഒന്നുമില്ല. കാലയിലോട്ട് വീഴുക, അപ്പായെ കെട്ടിപ്പിടിച്ച് പ്രാർത്ഥിക്കുക, നിലവിളിക്കുക, ആ കണ്ണയിലോട്ട് നോക്കി സംസാരിക്കുക, തൻ്റെ വചനത്തെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുക. ആ ഹൃദയം അപ്പായുടെ മുന്നിലോട്ട് പകരുക. തനിച്ചേകനായി ഇതാ പുത്രൻ പിതാവിനോട് സംസാരിക്കുന്നു. അടുത്തൊരു ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ചോ? ആ പ്രാർത്ഥനയുടെ മൗണ്ടനിലിരുന്ന യേശു, ശിഷ്യന്മാർ പടകും എടുത്തുകൊണ്ട് ഒത്തിരി പല ദൂരം പോയി കേട്ടോ. കണ്ണെത്താ ദൂരത്തോളം അവർ പോയി കഴിഞ്ഞു. പല നാഴിക അവർ ദൂരത്തായി. ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് ദ സീ എന്ന് അവിടെ എഴുതിയിരിക്കുന്നത്. ബട്ട് ദ ഷിപ്പ് വാസ് നൗ ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് ദ സീ. ആ കടലിൻ്റെ ഒത്ത നടുക്കിൽ എത്തി അവര്. പക്ഷേ പ്രാർത്ഥനയിലിരുന്ന യേശു കർത്താവ് അപകടത്തിലായ ശിഷ്യന്മാരുടെ പ്രതിസന്ധി തിരിച്ചറിഞ്ഞു. ബൈനോക്കുലർ വെച്ച് നോക്കിയതൊന്നുമല്ല,
ബൈനോക്കുലർ വെച്ചിട്ട് കർത്താവ് നോക്കുന്നതല്ല. പ്രാർത്ഥനയിലിരുന്ന യേശുവിന് തൻ്റെ മക്കൾ, തൻ്റെ ശിഷ്യന്മാർ അപകടത്തിലായിട്ടുണ്ട് എന്ന് മനസ്സിലായി. ഇതൊരു ഭയങ്കര സത്യമാണ്. നമ്മുടെ വീട്ടിൽ പ്രാർത്ഥിക്കുന്ന ഒരു അമ്മയുണ്ടെങ്കിൽ ആ അമ്മയ്ക്ക് സെൻസ് ചെയ്യും, എൻ്റെ മോന് വേണ്ടി പ്രാർത്ഥിക്കണം, ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. അവനെന്തോ ഒരു വിഷയം ഉണ്ടാകാൻ പോകുന്നു, അവൾക്കെന്തോ ഒരു ബുദ്ധിമുട്ട് വരാൻ പോകുന്നു, അല്ലെങ്കിൽ ചർച്ചിൽ അങ്ങനെ ഒരു കാര്യം വരാൻ പോകുന്നു. ഈ പ്രാർത്ഥിക്കുന്നവർക്ക്, ഒത്തിരി മണിക്കൂറുകൾ പ്രാർത്ഥിക്കുന്നവർക്ക് ദൈവം ചിലരെക്കുറിച്ച് ചിലതൊക്കെ വെളിപ്പെടുത്തി കൊടുക്കും. ദൈവം സംസാരിക്കും. പ്രാർത്ഥിക്കുന്നവർക്കാണേ. കർത്താവിൻ്റെ പ്രാർത്ഥനയിൽ തൻ്റെ ശിഷ്യന്മാർ അപകടത്തിലാണെന്ന് അവർക്ക് വെളിപ്പെട്ടു. അങ്ങനെ എത്ര അമ്മമാരെ എനിക്കറിയാമെന്നറിയോ? ആ ലിസ്റ്റിൽ എൻ്റെ അമ്മയുണ്ട് കേട്ടോ. മോനെ നീ എവിടാ, നീ ഓക്കെ ആയിട്ടിരിക്കുന്നോ? നമ്മൾ ചോദിക്കും, എന്താ അമ്മ അങ്ങനെ ചോദിച്ചേ? അല്ല, നിനക്ക് എന്തോ ഒരു ബുദ്ധിമുട്ടുള്ളതുപോലെ എനിക്ക് തോന്നി. കറക്റ്റായിരിക്കും, അത് കൃത്യമായിരിക്കും. കാരണം പ്രാർത്ഥിക്കുന്നവർക്ക്, നമ്മുടെ ചർച്ചിലുള്ളവരും അങ്ങനെ പ്രാർത്ഥിക്കുന്നവർ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ വലിയൊരു നന്മ വരാൻ പോവുക കേട്ടോ, വലിയൊരു ബ്ലസ്സിങ് വരാൻ പോവുക, ഒരു ഡെലിവറൻസ് നടക്കാൻ പോവുക. എങ്ങനെ മനസ്സിലായി ബ്രദറെ? ഞാൻ ഇന്നലെ ഒത്തിരി സമയം പാസ്റ്ററിന് വേണ്ടി, ചർച്ചിന് വേണ്ടിയും പ്രാർത്ഥിച്ചു. ദൈവം എന്നോട് അങ്ങനെ സംസാരിച്ചു. ഈ ദൈവത്തോട് സംസാരിക്കുന്നവരോട് ദൈവത്തിനും സംസാരിക്കാനുണ്ട്. ഇതൊരു വൺ വേ അല്ല. നമ്മളിലെ ഷോപ്പിംഗ് ലിസ്റ്റ് എഴുതിയിട്ട് ഇങ്ങനെ അരി 10 കിലോ, പഞ്ചസാര 2 കിലോ എന്ന് പറഞ്ഞിങ്ങനെ എഴുതി ദൈവത്തിന് കൊടുക്കുന്നതല്ല പ്രാർത്ഥന. ദൈവത്തിന് നമ്മളോട് തിരിച്ച് സംസാരിക്കാനുണ്ട്. അതിങ്ങനെ നമ്മൾ പ്രാർത്ഥിച്ച് ആ പ്രെയറിൽ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞിട്ട് വളരെ ക്വയറ്റായിട്ട്, ശാന്തമായിട്ട്, ഇങ്ങനെ വളരെ ശാന്തമായിട്ട് ഇരുന്നു കൊണ്ട് വളരെ പ്രെയർഫുള്ളി ഇങ്ങനെ മെഡിറ്റേറ്റ് ചെയ്യുമ്പം നമ്മുടെ കാതിൽ, അല്ലെങ്കിൽ നമ്മുടെ സ്പിരിറ്റിൽ, നമ്മുടെ ആത്മാവിൽ നമുക്ക് ആ ബോധ്യങ്ങൾ ഇങ്ങനെ കിട്ടും. അല്ലെങ്കിൽ ആ സമയത്തൊരു വചനം ഇങ്ങനെ ഓടി നമ്മുടെ അകത്ത് വരുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ആ വചനത്തിലൂടെ കർത്താവ് സംസാരിക്കും. പെട്ടെന്ന് ആ വ്യക്തിക്ക് വേണ്ടി, ആ കാര്യത്തിന് വേണ്ടി, ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനൊരു പ്രേരണ കിട്ടും. അല്ലെങ്കിൽ ദൈവം നമ്മളോട് ഇടപെടും. അല്ല, നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് ബ്ലാന്ന് പറഞ്ഞിട്ട് അങ്ങ് എഴുന്നേറ്റ് പോകുന്നതല്ല പ്രാർത്ഥന. ദൈവത്തോട് സംസാരിച്ചതിന് ശേഷം, പ്രാർത്ഥിച്ചതിന് ശേഷം കുറച്ച് സമയം മെഡിറ്റേറ്റ് ചെയ്യുക. അതല്ലേ ദാവീദ് പറഞ്ഞേ, എൻ്റെ ധ്യാനത്തിങ്കൽ തീ കത്തി എന്ന്. എൻ്റെ ധ്യാനത്തിങ്കൽ തീ കത്തി, എൻ്റെ അകത്ത മനുഷ്യനിൽ തീ പിടിച്ചു. ആ പ്രാർത്ഥന കഴിഞ്ഞ് കുറച്ച് സമയം ഇങ്ങനെ വളരെ ക്വയറ്റായിട്ട് ഇങ്ങനെ ഇരുന്ന് മെഡിറ്റേറ്റ് ചെയ്യുമ്പോഴാണ് ചില വചനത്തിലൂടെ, ചില കാര്യങ്ങളിലൂടെ ഒക്കെ കർത്താവ് നമ്മളോട് ഇടപെടുന്നത് നമുക്ക് ഫീൽ ചെയ്യുന്നത്, തിരിച്ചറിയാൻ കഴിയുന്നത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ശിഷ്യന്മാർ പ്രതിസന്ധിയിലായിരിക്കുന്നത് യേശുവിന് പ്രാർത്ഥനയിൽ മനസ്സിലായി. ഇനി നിങ്ങൾ ആ സീന്, ആ രംഗം നിങ്ങളുടെ മനസ്സിലൊന്ന് കാണണേ. ഞാൻ എഴുന്നേറ്റ് നിന്ന് പ്രസംഗിക്കുമായിരുന്നെങ്കിൽ, ഞാൻ കൺവെൻഷനോ മീറ്റിങ്ങിനോ ചർച്ചിലോ പ്രസംഗിക്കുകയായിരുന്നെങ്കിൽ ഞാനിത് കാണിച്ചു തന്നേനെ. ഞാൻ വളരെ ക്വയറ്റായിട്ടാണ് നിങ്ങളോട് സംസാരിക്കുന്നതെങ്കിൽ നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്യണേ. ആ പ്രാർത്ഥനയിൽ പിതാവിൻ്റെ കൂടെ സമയം ചെലവഴിച്ച കർത്താവ് ആ മൗണ്ടനിൽ നിന്ന് ഇറങ്ങി താഴെ കൂടെ നടന്ന് ആ കടലിൻ്റെ മുകളിലൂടെ നടന്നു പോയി. എൻ്റെ ചോദ്യം, ഇപ്പോൾ ഈ കടലിൻ്റെ മുകളിലൂടെ നടക്കുന്ന കർത്താവ് എവിടുന്ന് ഇറങ്ങി വന്നേ? റെസ്റ്റോറൻറ്റിൽ നിന്നാണോ, പ്രയർ മൗണ്ടനിൽ നിന്നാണോ? യേശു കർത്താവ് ഇറങ്ങി വന്നത് പ്രാർത്ഥനയുടെ പർവ്വതത്തിൽ നിന്നാണ്. പ്രാർത്ഥനയുടെ പർവ്വതങ്ങളിൽ നിന്ന് ഇറങ്ങി വരുന്നവന്, പ്രാർത്ഥനാ മുറിയിൽ നിന്ന് പ്രാർത്ഥന കഴിഞ്ഞ് ഇറങ്ങി വരുന്നവന് ഏത് തിരയുടെ മുകളിലൂടെ നടക്കാനും കഴിയും. ഏത് പ്രതിസന്ധികളെയും അവൻ ഫേസ് ചെയ്യും. ഉറപ്പെന്ന് ഏത് വെല്ലുവിളികളെയും അവൻ അഭിമുഖീകരിക്കും. ഏത് തിരയിടം നമ്മൾ ഞെട്ടിപ്പോവും. പലരും പേടിച്ച് പകച്ച് പെരയ്ക്കകത്ത് കയറി വിറയ്ക്കുന്ന സാധനമൊക്കെ പുള്ളി
കൂളായിട്ട് ഡീൽ ചെയ്യും, കൂളായിട്ട് ഹാൻഡിൽ ചെയ്യും. നമ്മൾ വിചാരിക്കും അയ്യോ പുള്ളി അങ്ങ് പേടിച്ച് ഒളിച്ചെന്ന്. ഒരു ഒളിപ്പുമില്ല, ഒരു പേടിയില്ല. പുള്ളി കൂളായിട്ട് അത് ആ വ്യക്തിയുടെ ബലമല്ല, താൻ പ്രാർത്ഥനയിൽ തൻ്റെ പിതാവിൻ്റെ സന്നിധിയിലിരുന്ന് സ്വീകരിക്കുന്ന ആ കരുത്താണ്, ആ ബലമാണ്. ഈ കടലിൻ്റെ മേളിലൂടെ യേശു നടക്കുമ്പം നമ്മളത് കേട്ടിട്ടുണ്ട് പലപ്പോഴും, യേശു കടലിൻ്റെ മേളിൽ കൂടെ നടന്നെന്ന്. പക്ഷെ എവിടുന്ന് ഇറങ്ങി വന്നേന്ന് വായിച്ചിട്ടുണ്ടോ? ഈ പ്രാർത്ഥന, മണിക്കൂറുകളുടെ പ്രാർത്ഥന കഴിഞ്ഞ് ആ പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി കർത്താവ് കടലിൻ്റെ മുകളിലൂടെ നടന്ന് തിരയുടെ മുകളിലൂടെ നടന്ന് ദേ ശിഷ്യന്മാരുടെ അരികിലെത്തി. ഇനി നമുക്കവിടെ കാണാൻ കഴിയുന്ന ഒരു സത്യം, പ്രതിസന്ധിയിൽ അകപ്പെട്ടു പോയ ശിഷ്യന്മാരെ യേശു സഹായിക്കുന്നു. ധൈര്യപ്പെടുവീൻ, ഞാനാകുന്നു, പേടിക്കണ്ട എന്ന് പറയുന്നു. ദൈവസന്നിധിയിൽ ഒറ്റയ്ക്ക് മണിക്കൂറുകൾ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ പ്രതിസന്ധിയിൽ അകപ്പെട്ടവനെ സഹായിക്കാൻ പറ്റത്തുള്ളൂ. എപ്പോഴും നമ്മൾ പറയത്തില്ലേ, പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെടുന്നു. ശരിക്കും നമുക്കൊരാളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും പ്രാർത്ഥനയിൽ. അങ്ങനെ എത്രയോ പലരും അറിയാതെ എത്രയോ വ്യക്തികളുടെ വിടുതൽ നടന്നിട്ടുണ്ട്. ഇപ്പോൾ അവരൊക്കെ മറന്നുപോയെങ്കിലും, ഇപ്പോൾ അവരെ ഓർക്കുന്നില്ലെങ്കിലും, എത്രയോ കൊടുങ്കാറ്റുകൾ, തിരകൾ, പ്രതിസന്ധികൾ പ്രാർത്ഥനകളുടെ നടുവിൽ ശാന്തമായിട്ടുണ്ട്. ഇന്നും പലരും ജീവിച്ചിരിക്കുന്നതും ജീവനോടെ നിൽക്കുന്നതും ആരുടെയൊക്കെയോ പ്രാർത്ഥനയുടെ ആ ഒരു കരുത്തിലാണ്. പ്രൈസ് ഗോഡ്. പ്രാർത്ഥിച്ച കർത്താവ് പ്രാർത്ഥനയുടെ പർവ്വതത്തിൽ നിറങ്ങി വന്ന് പ്രതിസന്ധിയുടെ തിരകളുടെ മുകളിലൂടെ നടന്ന് പ്രതികൂലത്തിൽ അകപ്പെട്ട ശിഷ്യന്മാരോട് പേടിക്കണ്ട, ധൈര്യപ്പെടുവീനെന്ന് പറയുന്നു. അതെ, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഒരു സഹോദരനാണോ? നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഒരു സഹോദരിയാണോ? നിങ്ങൾ ദൈവസന്നിധിയിൽ മണിക്കൂറുകൾ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണോ? അല്ലെങ്കിൽ കിട്ടുന്ന സമയം പ്രാർത്ഥനയ്ക്ക് വേണ്ടി മാറ്റുന്ന ഒരാളാണോ? നിങ്ങൾ പലർക്കൊരു അനുഗ്രഹമാവും. പലരുടെയും ഭയത്തെ പുറത്താക്കാൻ ദൈവം നിങ്ങളെ ഉപയോഗിക്കും. വെള്ളത്തിൽ താണ് മുങ്ങി, വെള്ളം കുടിച്ച് മുങ്ങിപ്പോകുന്ന പലതിൻ്റെയും കൈക്ക് പിടിച്ചെഴുന്നേൽപ്പിക്കാൻ, അവരെ പുറത്തു കൊണ്ടുവരാൻ, അവരെ എഴുന്നേൽപ്പിച്ച് നിർത്താൻ, അവരെ കരുത്തുള്ളവരാക്കി മാറ്റാൻ, അവരുടെ മരണഭീതിയെ പുറത്താക്കി അവരെ ശക്തരാക്കി മാറ്റാൻ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് കഴിയും. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് കഴിയും. ഇന്ന് ഈ ഒരു വിഷയം ഞാൻ പറയുമ്പോൾ പ്രാർത്ഥനയിലുള്ള ഡിസ്റ്റർബൻസിനെ ഒഴിവാക്കുക. ഞാൻ ആരോടാണ് സംസാരിക്കുന്നത് എന്നുള്ള ബോധ്യത്തിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുക. സർവോപരി പ്രാർത്ഥന പ്രതീക്ഷയോടുകൂടെ ആയിരിക്കുക.